Hi, it's me Shilpa with Tale of Dog. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരേ തീമിൽ തന്നെ വന്നിട്ടുള്ള രണ്ട് സിനിമകളെ കുറിച്ചാണ്. ഗുഡ് നൈറ്റും ഡിയറും. സ്റ്റോറി അതേപോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഗുഡ് നൈറ്റിലേക്ക് വരുമ്പോൾ അതൊരു പുരുഷന്റെ കഥയും ഡിയറിലേക്ക് വരുമ്പോൾ അതൊരു സ്ത്രീയുടെ കഥയും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഗുഡ് നൈറ്റിലെ മെയിൻ റോൾ ചെയ്തേക്കുന്നത് മണികണ്ഠനും മീത രഘുനാഥുമാണ്. ഡിയറിലേക്ക് വരികയാണെങ്കിൽ ഐശ്വര്യ രാജേഷും ജി.വി. പ്രകാശ് കുമാറുമാണ് മെയിൻ റോള് ലീഡ് ചെയ്തേക്കുന്നത്. ഗുഡ് നൈറ്റ് സിനിമ കൊണ്ടുവന്നേക്കുന്നത് വിനായക് ചന്ദ്രശേഖരനാണെങ്കിൽ ഡിയർ കൊണ്ടുവന്നേക്കുന്നത് ആനന്ദ് രവിചന്ദ്രനാണ്. രണ്ട് സിനിമകളിലും കൂർക്കം വലിയാണ് തീമായിട്ട് അവർ എടുത്തേക്കുന്നത്. ഗുഡ് നൈറ്റിൽ വരികയാണെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെയൊക്കെയാണ് കൂർക്കം വലി കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷന്റേതായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ആ ഒരു സിനിമയെ കാണിച്ചേക്കുന്നത്. ഡിയറിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീക്കാണ് കൂർക്കം വലി ഉള്ളത്. സ്ത്രീയുടെ ലോകം ഭയങ്കര വ്യത്യസ്തമായിരിക്കുമല്ലോ. പല കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ജെൻഡർ ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറച്ച് ടോക്കുകൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിയർ സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് മെയിൽ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഫാമിലി ഓറിയന്റഡ് ഫിലിമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഡിയറിൽ ഇതൊരു ഹെൽത്ത് കണ്ടീഷൻ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഹെൽത്ത് കണ്ടീഷൻ ആയിട്ടാണ് ഡിയറിൽ ഈ കൂർക്കം വലിയെ കാണിച്ചേക്കുന്നത്. ഗുഡ് നൈറ്റ് സിനിമയിലാണെങ്കിൽ ആ ഒരു കൂർക്കം വലി കാരണം ആ ഒരു പുരുഷൻ നേരിടുന്നതും അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിൽ ഈ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ കൂർക്കം വലിയെ ചുറ്റിപ്പറ്റി മൊത്തം പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലിയിലെ ചെറിയ പ്രശ്നങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. അതേസമയം ഡിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫാമിലിനെക്കാട്ടിലും കുറച്ചും കൂടി ആ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം അതിനെയാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുറേ ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇഷ്യൂസ്, ഇങ്ങനത്തെ കുറേ സാമൂഹിക കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഗുഡ് നൈറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിയറിന് അത്ര വലിയൊരു പ്രാധാന്യം കിട്ടിയിരുന്നില്ല. ബോക്സ് ഓഫീസ് ആണെങ്കിൽ ശരി, നമ്മളിൽ പലരും ഈ ഒരു സിനിമ ഇറങ്ങിയത് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗുഡ് നൈറ്റിൽ വരുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത്. എന്നും ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വരുന്ന, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുടെ കഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൂർക്കം വലി കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള പ്രണയം, അല്ലെങ്കിൽ നാട്ടിലും വീട്ടിലുള്ള എല്ലാവരും കളിയാക്കിയിട്ടുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടന്ന് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരുമ്പോഴും അതിനെയും അവർ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതേസമയം ഡിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സംസാരിച്ചു പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. അതായത് തൻ്റെ മകളുടെ കൂർക്കം വലിയൊരു വലിയ ഇഷ്യൂ ആയിട്ട് കാണുന്ന വീട്ടുകാരും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കാരണം അവൾ വീട്ടിൽ ഭയങ്കര വലിയ ബാധ്യതയായി പോകും എന്ന് വിചാരിക്കുന്ന ഒരു വീട്ടുകാർ, ആ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കാരണം പെണ്ണ് കാണലിനെ ജെനുവിനായിട്ട് നിൽക്കുന്നതിലും ബെറ്റർ നമ്മൾ കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായിട്ട് നിൽക്കുന്നതാണ് എന്നാണ് അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വീട്ടുകാർ. അപ്പോൾ ജെനുവിനിറ്റിയെക്കാളും കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായിട്ട് നിൽക്കാനാണ് കണ്ടിന്യൂസ് ആയിട്ട് അവളെ വീട്ടിൽ നിന്ന് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നീക്ക് ഇത്ര വയസ്സായി, 30 വയസ്സായി, എന്നിട്ടും നിന്റെ കല്യാണം നടന്നിട്ടില്ല, അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര പ്രഷറാണ്, നാട്ടുകാർക്ക് അതൊരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് അവിടെ. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഫാമിലി, അല്ലെങ്കിൽ കുറച്ചും കൂടി പേഴ്സണൽ ആവുകയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സമൂഹവുമായിട്ട് കുറച്ചുകൂടി നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. സ്ത്രീക്ക് ഇങ്ങനൊരു വിഷയം വരുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൂർക്കം വലിക്കാനുള്ള അവകാശമില്ല എന്ന രീതിയിൽ വരെ പലരും ഈ ഒരു സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്നത് പുരുഷന്മാരുടെ മാത്രം എന്തോ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ള ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം കൂർക്കം വലിച്ചാലാണ് നല്ലത്, സ്ത്രീകൾ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് തന്നെ നാശമാണ് എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുള്ളത് ഗുഡ് നൈറ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും അടിപൊളി സിനിമകളാണ്. പക്ഷേ ഡിയർ കുറച്ചും കൂടി ഉൾവലിഞ്ഞു പോയി, അതിൻ്റെതായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഐഡിയ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് രണ്ടും ഇഷ്ടപ്പെട്ടു. ഈ ഡിയർ എന്ന് പറയുന്ന സിനിമ ഈ ഒരു കൂർക്കം വലി മാത്രമല്ല പറയുന്നത്, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ വാശി പിടിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്.
ഗുഡ് നൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ തോൽവികൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെയാണ് പറയുന്നത്, കുറച്ചുകൂടി പേഴ്സണലായിട്ട് എടുക്കേണ്ട ഒരു ഫിലിമാണ് ഗുഡ് നൈറ്റ്. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കാരണം നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാരണമാണ് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന രണ്ടുപേര് ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റോറിയാണ്. കുറച്ചും കൂടി നല്ലൊരു നല്ല ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗുഡ് നൈറ്റ്. പക്ഷേ ഡിയറിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫീൽ ഗുഡ് മൂവിനേക്കാളും കുറച്ചും കൂടി അതൊരു സാമൂഹിക ചർച്ചയ്ക്കൊക്കെ വെക്കുന്ന ഒരു രീതിയിലുള്ളൊരു ടോപ്പിക്കാണ്. കാരണം കുറച്ചും കൂടി അവർ പറഞ്ഞു പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന കുറേ പ്രശ്നങ്ങളെ കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ട് സിനിമകളും എനിക്കിഷ്ടമാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശില്പ സൈനിങ് ഫ്രം ടെയിൽ ഓഫ് ടോക്സ്.